Hello everyone and welcome back. I am ilhan. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് സെയിൽ വീഡിയോ അല്ല. ഞാൻ രാവിലെ എൻ്റെ ചെടികളൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഈ കുഞ്ഞു ചെടികളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ തോന്നി. അതായത് എൻ്റെ ബെഡ്റൂമിൽ ഞാൻ വെച്ചിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. മിക്ക ആളുകൾക്കും വീടിനകത്തൊക്കെ ചെടികൾ വെക്കണം എന്ന് താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും ഒക്കെ ഉണ്ടാവും. പക്ഷേ സ്ഥലമില്ല, അതുപോലെ സൗകര്യമില്ല, പിന്നെ വെളിച്ചമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെക്കാത്തവരുണ്ടാവും. അപ്പോൾ എൻ്റെ റൂമിൽ എൻ്റെ ബെഡ്റൂം ഇത് തന്നെയാണ് എൻ്റെ ബെഡ്റൂം കേട്ടോ. അപ്പോൾ എൻ്റെ ബെഡ്റൂമിൽ അധികം സ്ഥലമില്ല, അതുപോലെ സൗകര്യമോ വെളിച്ചമോ ഒന്നും അധികം ഉള്ള ഒരു റൂമൊന്നുമല്ല. കുറച്ച് വെളിച്ചമൊക്കെ കിട്ടുന്ന റൂമാണ്, ഒരു കുഞ്ഞു മുറിയാണ്. ബെഡ്റൂമിൻ്റെ പല വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ വിൻഡോ ഗാർഡൻ അതുപോലെ ബുക്ക് ഷെൽഫ് ഗാർഡനൊക്കെ കാണിച്ചപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ബെഡ്റൂം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം കേട്ടോ, ഇതാണ് എൻ്റെ ബെഡ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലവും സൗകര്യവും ഒന്നും ഇല്ല എന്ന് പറയുന്നവർക്ക് വളരെ ചെറിയ പോട്ടുകളിൽ വളരെ സിമ്പിളായിട്ട് ലോ മെയിൻ്റനൻസ് ആയിട്ട് പ്ലാന്റ്സ് വളർത്താൻ പറ്റും. ഞാൻ അങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്. അപ്പോൾ ആ പ്ലാന്റ്സ് ഒക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഞാനിന്ന് രാവിലെ വെള്ളം ഒഴിച്ച സമയത്താണ് ഇത് നിങ്ങളെ കാണിക്കാമെന്നുള്ളൊരു ഐഡിയ എനിക്ക് വന്നത്. അപ്പോൾ എൻ്റെ കുഞ്ഞൻ ചെടികൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വാളിൽ നമ്മളൊരു പോട്ട് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. വാളിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡാണ് അത്. നമ്മുടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി എനിക്ക് തന്ന ഒരു ഇതാണ്. കാരണം എനിക്ക് ചെടി വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ചെടി എവിടെയെങ്കിലും വെക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇതേ കണ്ടോ നിങ്ങൾ, ഇതാണത്. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയ പോട്ടുകളിൽ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ പ്ലാന്റ്, കണ്ടോ. ഇത് നമ്മുടെ എൻജോയ് പോത്തോസാണ്. ചെറിയൊരു സെറാമിക് പോട്ടിലാണ് ഞാൻ ഇവരെ വെച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ഇത് ഞാൻ മണ്ണിൽ തന്നെയാണ് നട്ടിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മേലിൽ ഞാൻ പെബിൾസ് ഒക്കെ ഇട്ടിരിക്കുകയാണ്. അതായത് ഇതാണ് നമ്മുടെ കുഞ്ഞൻ ടൈനി ഗാർഡനിലെ ആദ്യത്തെ പ്ലാന്റ്. ഇത് എൻജോയ് പോത്തോസാണ്. എനിക്ക് എൻജോയ് പോത്തോസ് വലിയ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ മിക്ക പോട്ടുകളിലും എൻജോയ് പോത്തോസാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇതെല്ലാം ചെറിയ പോട്ട് ആയതുകൊണ്ട് തന്നെ ചെറിയ പോട്ടിൽ ചെറിയ ചെടികൾ വെക്കുമ്പോൾ അതാണല്ലോ ഭംഗി. ചെറിയ ചെടികളെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചെടികൾ ഇതുണ്ടോ, ഇത് അടിപൊളി ഒരു സെറാമിക് പോട്ടാണ്. അപ്പോൾ ഇതിൽ ഒരു കുഞ്ഞൻ 2 തണ്ട് ഞാൻ വെച്ചിരിക്കുന്നതാണ്. തണ്ട് ആയിട്ടുള്ള എൻജോയ് പോത്തോസാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്, എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. ഇനി അടുത്തത് ഇതാണ്. ഇത് കണ്ടോ, ഇതും സെറാമിക്കിൻ്റെ ഒരു പോട്ടാണ്, ഒരു കപ്പാണിത്. അപ്പോൾ ഇതിലും ഞാൻ എൻജോയ് പോത്തോസ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ കട്ടിങ്സ് ഇറക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ വെള്ളത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ പോട്ടിലൊക്കെ നമ്മൾ വെള്ളത്തിൽ, കാരണം ഇവർക്ക് ഹോളില്ല, ഡ്രെയിനേജ് ഹോളില്ല. അപ്പോൾ ഇവരെ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഭംഗിയായിട്ടിരിക്കുക. നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം മാറ്റിയാൽ മതിയാവും. ഇത് ചെറിയ പോട്ടായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് അത് വെള്ളം മാറ്റി കൊടുക്കുകയൊക്കെ ചെയ്യണം. വളരെ ഭംഗിയായിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഈ പ്ലാന്റ്സ് ഇതിൽ നിൽക്കുന്നത്. ഞാൻ വെറുതെ കുറച്ച് കട്ടിങ്സ് ഇട്ട് വെച്ചിരുന്നതാണ്. ഇപ്പം നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്, കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ വേറൊരു പോട്ടുണ്ട്, കണ്ടോ, 2 കളറിലുള്ള സെയിം പോട്ട്സ്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞൻ പോട്ടിലൊക്കെ ചെടി വയ്ക്കുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്, ഭയങ്കര ക്യൂട്ടാണ്. എനിക്ക് ഈ കുഞ്ഞു സാധനങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഈ കുഞ്ഞൻ പോട്ടുകൾ വെച്ചാണ്. പിന്നെ ഇതിൻ്റെ മേളിലുണ്ട്, കണ്ടോ, ഇത് ടെറാക്കോട്ട പോട്ടിലാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇത് പെപ്പറോമിയ ഒബ്സ്റ്റിഫോളിയ എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ ലെക്കയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്, ക്ലേ ബോൾസിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവർ വേര് പിടിക്കും, ഇതിനകത്ത് നിന്ന് വേര് പിടിച്ചോളും. അപ്പോൾ ഇത് ടെറാക്കോട്ടയുടെ ഒരു കുഞ്ഞൻ പ്ലാന്ററാണ്, ഒരു ചെറിയ പോട്ടാണ്. അപ്പോൾ ഇങ്ങനെ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുമ്പം ഇങ്ങനെ കുഞ്ഞൻ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ കാണുമ്പോൾ അവിടെ കയറിയിട്ട് ഇങ്ങനത്തെ കുഞ്ഞൻ സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങിച്ചു തരും. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഞ്ഞൻ സാധനങ്ങൾ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങി തന്നാണ്. ഇപ്പം ഇത് ടെറാക്കോട്ടയുടെ പോട്ടാണ്. ഇതിൽ ഞാൻ ലെക്കയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അതേപോലെ ഇത് കണ്ടോ, ചാടിപ്പോയനെ, ഇതും ടെറാക്കോട്ടയുടെ തന്നെ ഒരു പോട്ടാണ്. ഇതിൽ ഞാൻ ലെക്കയിലല്ല, വെറും വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ ടെറാക്കോട്ട പോട്ടിൽ വെള്ളത്തിൽ നമ്മൾ ചെടികൾ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം.
മാറ്റി കൊടുക്കല്ല, ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ വെള്ളം ഈ ടെറാക്കോട്ട പോട്ട് വെള്ളം കുടിക്കും. കണ്ടോ ഇതിൻ്റെ പുറം ഇങ്ങനെ നനഞ്ഞിരിക്കുന്നുണ്ടോ. ഞാൻ ഇന്ന് രാവിലെ ഇവർ വെള്ളം മാറ്റിയതാണ്. അപ്പോൾ ഇവർ വെള്ളം നന്നായിട്ട് വലിച്ചെടുക്കും ടെറാക്കോട്ട പോട്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നമ്മൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓരോ ദിവസവും വെള്ളം ചെക്ക് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്, ഒബ്സ്ട്രിഫോളിയ, പെപ്പറോമിയ ഒബ്സ്ട്രിഫോളിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റാണ് ഇവിടെ ഉള്ളത്. ഇനി ഉള്ളത് നമ്മുടെ വിൻഡോ ഗാർഡനാണ്. വിൻഡോ ഗാർഡൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യും. നമ്മൾ വിൻഡോ ഗാർഡൻ ഉണ്ടാക്കിയ സമയത്ത് എൻ്റെ അലമാരിയാണ് ഇത് പൊട്ടിപ്പോയി. അപ്പോൾ വിൻഡോ ഗാർഡൻ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചേഞ്ച് ചെയ്യും. ഉണ്ടാക്കിയ സമയത്ത് ഈ പ്ലാന്റ്സ് ഒന്നും ആയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇതിനകത്ത് ചെറിയ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ വിൻഡോയിൽ 3 ബോട്ടിലാണ് പ്ലാന്റ് വെച്ചിട്ടുള്ളത്. ഫിലോഡെൻഡ്രൻ പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് ഫിലോഡെൻഡ്രൻ ബ്രസീൽ പ്ലാന്റ് ആണ്. കണ്ടോ, അതിങ്ങനെ കുപ്പിയിൽ വെള്ളത്തിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു കുപ്പിയിൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇതും ഫിലോഡെൻഡ്രൻ പ്ലാന്റാണ്. ഫിലോഡെൻഡ്രൻ ഹാർട്ട് ലീഫ് എന്ന് പറയുന്ന ഹാർട്ട് ലീഫ് ഗോൾഡ് എന്ന് പറയുന്ന പ്ലാന്റാണിത്. അപ്പോൾ ഇതും കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇതിങ്ങനെ നിറയെ ഞാൻ കട്ടിങ്സ് ഇട്ട് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിറയെ വേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതാണ്. പിന്നെ ഉള്ളത് ഇതിലും എൻജോയ് പോത്തോസ് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടോ, വേരൊക്കെ നിറയെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ വെള്ളത്തിലാകുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ലോ മെയിൻ്റനൻസ് ആണല്ലോ. പിന്നെ ഉള്ളത് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വെച്ചിട്ടുള്ളത് ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ്. അഗ്ലോണിമയുടെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. നല്ലൊരു ഫൈബറിൻ്റെ പോട്ടിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇത് അതായത് ഈ പ്ലാന്റ് ഒരു ചട്ടിയിലാണുള്ളത്. അത് ഞാൻ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഇവിടെ ഒരു കുപ്പിയിൽ ഒരു മണി പ്ലാന്റ്, നമ്മുടെ ഗോൾഡൻ പോത്തോസാണ് വെച്ചിട്ടുള്ളത്. അതെ, ഇത് ഞാൻ വർക്ക് ചെയ്ത ബോട്ടിലാണ് കേട്ടോ. നേരത്തെ നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തൊരു ബോട്ടിലാണിത്. അതിലൊരു തണ്ട് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറേ നാളായിട്ട് ഇതിനകത്ത് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് ഇതാണ്. ഇത് ഞാൻ സ്പെഷ്യലായിട്ട് എടുത്ത് കാണിക്കാം. ഇതും ഒരു ചായക്കപ്പിൽ എൻജോയ് പോത്തോസ് വെച്ചിരിക്കുന്നതാണ്. നല്ല ഭംഗിയെന്ന് വെച്ചാൽ വളരെ ക്യൂട്ടായിട്ടിരിക്കും. ഇത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഭയങ്കരം എന്ന് പറയാൻ പാടില്ല എന്നാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതും ഒരു കപ്പും സോസറും ഒക്കെ ആയിട്ട് അതിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ബുക്ക് ഷെൽഫ് ഉണ്ട്. അപ്പോൾ അവിടെ മേളിലായിട്ട് ഞാൻ ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഒറ്റ തൈയേ ഉള്ളൂ. അതിനകത്ത് ഒരു ഇലയും കൂടി ഉണ്ടായിരുന്നു. അത് ചീഞ്ഞുപോയി. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. അതൊരു പോട്ടിൽ വെച്ചിട്ട് ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഉള്ളത് ഇവിടെ നമ്മളൊരു സെറാമിക് പോട്ടിൽ ഒരു അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്നേക്ക് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ് നല്ലൊരു എയർ പ്യൂരിഫയിങ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഒരു സ്നേക്ക് പ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് രാത്രിയിലൊക്കെ നമ്മുടെ ഓക്സിജൻ എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് അതും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയുമാണ് എൻ്റെ കുഞ്ഞൻ ടൈനി ഗാർഡൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടികളും അതുപോലെ വളരെ സിമ്പിളായിട്ട് വെള്ളത്തിലും ലക്കയിലും ഒക്കെയാണ് ഞാൻ ഈ പ്ലാന്റ്സ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അത്യാവശ്യം വെയിലല്ല, വെളിച്ചം കിട്ടുന്ന ഒരു റൂമാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ വെക്കാം. ഇനി വെളിച്ചം കിട്ടാത്ത സ്ഥലത്ത് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വെക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. കാണുന്നുള്ളവർക്ക് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തുക. പിന്നെ വേറെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.